കാമുകന്മാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ സംസാരം. ഒന്നുമല്ല, മറിച്ച് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും എത്ര കാലം മുമ്പോട്ട് പോയാലും നമ്മൾ ആദ്യമായി സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ, നമ്മളുടെ മനസ്സിലറിഞ്ഞ് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ചിത്രം നമ്മുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ നമുക്ക് സാധ്യമല്ല. പലപ്പോഴും പല ബന്ധങ്ങളും പലരും സ്നേഹിച്ചിട്ട് ഒന്നിച്ച് ആത്മഹത്യ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒന്നിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒന്നിച്ച് മരിക്കുന്നവർ. അതേപോലെ ചില ആളുകൾ പിരിഞ്ഞു പോകാറുണ്ട്. ചില പെണ്ണ് ഒഴിവായിട്ട് പോകും, ചില ആൺകുട്ടികൾ ഒഴിവായിട്ട് പോകും, ചില പെൺകുട്ടികൾ ഒഴിവായിട്ട് പോകുമ്പോൾ ചില ആൺകുട്ടികൾ ആത്മഹത്യ ചെയ്യും, ചില പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെയുള്ള രംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. എന്താണ് ഈ അടിസ്ഥാനപരമായി നമ്മൾ നല്ല ബന്ധത്തിലാകാൻ സഹായിക്കുന്ന കാര്യങ്ങൾ? ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉപയോഗിക്കാം. ഈ ട്രിക്സുകളും ഈ കാര്യങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉപയോഗിക്കാം. തൻ്റെ മകളെ സ്നേഹിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ആരായിട്ടാണോ നമ്മൾ അടുത്ത ബന്ധം പുലർത്തുന്നത്, അവരെ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്, അവരുമായി നമുക്ക് ഉപയോഗിക്കാം ഈ ഐഡിയകളൊക്കെ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയാൽ. അങ്ങനെ നിരവധി ഗുണങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. ഇന്നത്തെ ഒരു ചെറിയ സംസാരം കൊണ്ട് ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, കാമുകന്മാർക്കിടയിലൊക്കെ നല്ലൊരു ബന്ധം, നല്ലൊരു ബൗണ്ട് സൃഷ്ടിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അടുപ്പം കാണിക്കേണ്ടത്? പലപ്പോഴും പലരും ചെയ്യാറുള്ളത് അഭിനയമാണ് അവിടെ നടക്കുന്നത്. പലപ്പോഴും അവരുടെ മുമ്പിൽ മാന്യനാകാൻ, നല്ലൊരു വ്യക്തിത്വമാകാൻ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ചുരുങ്ങിയത് ഒരു 6 മാസം കൊണ്ടെങ്കിലും ലവ് ഫെയിലിയർ ആകുന്നത്. അതുകൊണ്ടാണ് 6 മാസം വരെ നമുക്ക് ഒരുപാട് കാലം ഒരാളുടെ മുമ്പിൽ അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഏറ്റവും നല്ല ഒരു പുരുഷൻ ആരാണ് സർട്ടിഫിക്കറ്റ് തരേണ്ടതെന്ന് ചോദിച്ചാൽ തൻ്റെ ഭാര്യയാണ്. തൻ്റെ ഭാര്യയ്ക്ക് മാത്രമേ അവൻ്റെ ഉള്ളും പുറവും രാവും പകലും അവൻ്റെ യാത്രകളും അവൻ്റെ ഓരോ കാര്യങ്ങൾ സൂക്ഷ്മമായി അവൾക്ക് മാത്രമേ അറിയൂ. അതേപോലെ ഏറ്റവും അടുപ്പം ഒരാളുമായി നമുക്ക് സൃഷ്ടിക്കാൻ നമ്മൾ അഭിനയിച്ചത് കൊണ്ട് അർത്ഥമില്ല. നമ്മൾ എന്തൊരു വ്യക്തിത്വമാണോ അത് തന്നെ നിലനിർത്തിക്കൊണ്ട് നമ്മളെ സ്വഭാവം നന്നാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. സ്വഭാവത്തെ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കാം. എങ്ങനെ? നമുക്ക് നന്നാകണമെന്ന ഉദ്ദേശം അവൾക്ക് വേണ്ടി മാത്രം, അവളുടെ മുന്നിൽ മാത്രം എന്ന അർത്ഥത്തിലല്ല. അവൻ്റെ മുമ്പിൽ മാത്രം നന്നായി അഭിനയിച്ച് ജീവിക്കുക എന്നല്ല. അത് എത്രയും പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് ഫയലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരാളെ സ്നേഹിച്ചാൽ, കണ്ടീഷൻ വെച്ച് ഒരാളെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമല്ല. അതുപോലെ ഒരുപാട് കാലം നമുക്ക് അഭിനയിക്കാനും സാധ്യമല്ല. ഇനി അവളെ സന്തോഷിപ്പിക്കാൻ കൂടുതൽ ആൺകുട്ടികളാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. ആണുങ്ങൾ കൂടുതൽ കാണുന്നത് കൊണ്ട് തന്നെ ആൺകുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കൂടുതലും. അവളെ സന്തോഷിപ്പിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അവളുടെ ഓരോ നമുക്ക് അറിയാം. അവളുടെ വരുന്ന സമയങ്ങൾ, പോകുന്ന സമയങ്ങൾ, അല്ലേ? അവളുടെ ഓരോ ചലനവും നമുക്കറിയണം. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, അതുപോലെ അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ്, എവിടെയൊക്കെ പോകാനാണ് ഇഷ്ടം. ഇതൊക്കെ ഒരു പോലീസുകാരൻ ചോദ്യം ചെയ്യുമ്പോൾ ഇരുന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ചില കൂട്ടുകാരിൽ നിന്നും മറ്റു ഭാഗത്തു നിന്നൊക്കെ നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ അവരുമായി നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ മൊബൈലിൽ കളിക്കാതെ, റീൽസുകൾ കാണാതെ അവരുടെ കൂടെ തന്നെ ഒരുപാട് സമയം ചെലവഴിക്കുമ്പോൾ അവരുടെ കൂടെ തന്നെ ഇടപഴകണം. അവരുടെ കാര്യങ്ങൾ ചോദിക്കണം, നമുക്ക് ഉത്തരം പറയണം. വിശാലമായി അവരോട് ചോദിക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്? ചോദ്യം ചോദിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴല്ല, മറിച്ച് ഭാവിയിലെ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് ചെറുപ്പത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ആ ഇമോഷണൽ ടച്ച് ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അത് അറിഞ്ഞു വെക്കാം. പക്ഷെ ഒരു ഇൻഫർമേഷൻ തൻ്റെ ഇണയിൽ നിന്ന്, തൻ്റെ കാമുകനിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അത് മറക്കരുത്. ആ ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും നമുക്കറിയാതെ, ഇപ്പോൾ അവർക്കൊരു മാംഗോ ജ്യൂസാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഷേക്കാണ് അവർക്ക് ഇഷ്ടം. നമ്മൾ കൂൾ ബാറിൽ 2 കൊല്ലോ 3 കൊല്ലോ കഴിഞ്ഞിട്ടാണ് അവരെ കൂൾ ബാറിൽ കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം അവർക്ക് അതാണ് ഇഷ്ടമെന്നത് നമ്മൾ മറന്നു പോകരുത്. ആദ്യകാലത്തൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. പക്ഷെ മറക്കരുത്, എഴുതി വെച്ച് പഠിക്കണം. തൻ്റെ ഭാര്യയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ അങ്ങനെ അവൾക്ക് ഓറഞ്ച് കളറാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയുള്ള കളറുകൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തു കൊടുക്കാൻ, ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ അതെടുക്കണം. അതുപോലെ സമ്മാനങ്ങൾ നൽകുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇവിടെ. സമ്മാനങ്ങൾ നൽകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും വലിയ സാധനങ്ങൾ, നമ്മുടെ ഇല്ലാത്ത സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഭയങ്കര പ്രയാസപ്പെട്ടിട്ട് വലിയ കാര്യങ്ങൾ വാങ്ങേണ്ട. മറിച്ച് നമ്മുടെ സമ്പത്തിനനുസരിച്ചിട്ട്, നമ്മുടെ സ്ഥിതിഗതികൾക്കനുസരിച്ചുള്ള സമ്മാനങ്ങൾ വാങ്ങുക. ചെറിയൊരു ചോക്ലേറ്റ് ആകാം, പക്ഷെ അതൊരു സർപ്രൈസായിട്ട് കൊടുക്കുക എന്നതാണ് വളരെ പ്രധാനം. അപ്പോൾ ഒരു എഴുത്ത് ചെറിയൊരു എഴുത്ത് എഴുതിയിട്ട് ഇതുപോലെ എംബലപ്പാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം. ഇതുപോലെ ആക്കിയിട്ട് ഒരു എംബലപ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഒരു നല്ലൊരു സ്റ്റോറി അല്ലെങ്കിൽ ചെറിയൊരു കാര്യം അവളെക്കുറിച്ച്. അതുപോലെ
എപ്പോഴും സ്ത്രീകളെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുക, അവർക്ക് ബഹുമാനം ആദരവൊക്കെ കൊടുക്കുക. അവർ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി എയർപോർട്ട് വെച്ച് കണ്ടപ്പോൾ, നമുക്കറിയാം എയർപോർട്ടിൽ ഒരുപാട് സമയം യാത്ര ചെയ്യുമ്പോൾ, ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥിരം ആളുകൾ ഇത് കാണുന്നില്ല. അപ്പോൾ ഇവിടെ പരിചയപ്പെട്ടു, സംസാരിച്ചു, നമ്പറൊക്കെ വാങ്ങി, നമ്പറൊക്കെ തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. അത് ഓർമ്മശക്തി വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെ പോലും നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയരുത്. ഇപ്പോൾ പെപ്സിയും സെവനപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ മുജാഹിദ് വാത്സ്യൻ്റെയൊക്കെ പ്രസംഗം, അദ്ദേഹം നിഷിദ്ധമാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം പോട്ടെ, എന്ത് വിഷയമാണെങ്കിലും നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുന്ന രീതി, പുകവലി, അധികമായ പെപ്സി, സെവനപ്പിൻ്റെ ഉപയോഗം, അങ്ങനെ നമ്മൾ ശരീരത്തെ നശിപ്പിച്ച് കളയരുത്. നമ്മൾ ഓർമ്മശക്തിയെ നമ്മൾ നശിപ്പിച്ച് കളയരുത്. അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, തൻ്റെ ആ കാമുകൻ്റെ അല്ലെങ്കിൽ കാമുകൻ്റെ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തിരിക്കാൻ നമ്മൾ തയ്യാറാകണം. എന്നിട്ട് അത് ആവശ്യം വരുമ്പോൾ അത് എടുത്ത് പറയാനും നമ്മൾ തയ്യാറാകണം. എനിക്ക് ഇന്ന ജ്യൂസാണല്ലോ ഇഷ്ടം, എനിക്ക് ഇന്ന കളറാണ് ഇഷ്ടം എന്ന്. അതുപോലെ സമ്മാനങ്ങൾ നൽകുക എന്നത് നല്ലൊരു ഇതാക്കിയിട്ട് കവറിലാക്കിയിട്ട് കൊടുക്കുക. അതുപോലെ പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് ഒരു ചോക്ലേറ്റ് കൊടുക്കാം. അവരുടെ ബർത്ത്ഡേ അറിഞ്ഞു വെച്ച് അത് അന്നൊരു സർപ്രൈസ് കൊടുക്കാം. എന്തെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്, ഇഷ്ടപ്പെട്ട നിറങ്ങൾ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അവളെ കൂട്ടിയിട്ട് പോകുക. അവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാം. ഒരുപാട് സമയം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട്, ഇതിപ്പോൾ കാലത്തൊക്കെ കഴിച്ച് വെച്ച് വിവാഹത്തിനൊക്കെ മുമ്പ് അങ്ങനെ സംഭവിക്കാറുണ്ട്. വിവാഹത്തിനൊക്കെ മുമ്പ് നിക്കാഹ് ചെയ്ത് വെച്ച് വിവാഹം കഴിക്കണത്ര, അല്ലെങ്കിൽ ഒന്ന് അവർ ഉറപ്പിച്ചിട്ടുണ്ട് വിവാഹം. അങ്ങനെയൊക്കെ സന്ദർഭത്തിൽ വലിയ ഉപകാരപ്പെടും ഇങ്ങനെയുള്ള അറിവുകൾ. കാരണം അവളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ, എടുത്തു ചാടി കാര്യങ്ങൾ പറയാതെ ചെയ്യാതെ സാവകാശം സ്വീകരിക്കും. ഇതിലൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിനാണെങ്കിലും അവൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനായാലും, അതേപോലെ അവിടെ കൂടെ ബീച്ചിലോ പാർക്കിലോ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരേ സ്ഥലത്ത് പോകാതെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോകുക. ചിലപ്പോൾ ചില പെൺകുട്ടികൾ ഭക്ഷണത്തോട് ഭയങ്കര പ്രിയം ഉണ്ടാകും. അപ്പോൾ ഓർഡർ ചെയ്ത് പറയുക എന്ന് ഞാൻ പണ്ടേ ശീലിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് എഴുതി വെക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ കടകൾ, വലിയ കടകളിൽ പോയി വലിയ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്കത് ഇഷ്ടപ്പെടും. നമ്മൾ വിചാരിക്കുന്നു അവർ വലിയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു, അല്ല. അവർക്ക് ചിലപ്പോൾ ചില വീഡിയോ നമ്മൾ കാണാറില്ല, അവൾ ഐഫോൺ കൊടുക്കുന്നു, അവന് കൊടുക്കുന്നത് ചെറിയ തട്ടമാണ്, അത് അവൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന രംഗം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് നൽകുന്നു എന്നതാണ് അവിടെ പ്രാധാന്യം. അല്ല വലിയ സമ്മാനങ്ങൾ തന്നെ ആകണമെന്നില്ല. അതുപോലെ അവളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവൾ ഏത് സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, എത്ര അവസ്ഥയിലാണ് ജീവിക്കുന്നത്, എങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് അവൾ കടന്നു പോകുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാനും അറിയാനും, അവളുടെ സങ്കടങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണ്, പ്രയാസങ്ങൾ എന്താണ്, നമ്മളെന്തെങ്കിലും സഹായിക്കേണ്ടതുണ്ടോ, സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നമ്മൾ അറിയിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ, അതൊക്കെ വലിയ ഉപകാരപ്പെടും കുടുംബജീവിതത്തിലാണെങ്കിലും പ്രത്യേകിച്ച്. അതേപോലെ ചെറിയ റെസ്റ്റോറൻറ്റുകൾക്ക് പോയി മാറി റെസ്റ്റോറൻറ്റുകൾക്ക് ഒരേ കടയിൽ പോകാതെ, ഒരേ സ്ഥലത്ത് പോകാതെ മാറി മറ്റേ ബീച്ചിൽ, എന്നൊരു പാർക്കിൽ അല്ലെങ്കിൽ കോട്ടയിൽ, അല്ലെങ്കിൽ വേറെ റെസ്റ്റോറൻറ്റുകൾ, തൻ്റെ ഭാര്യയാണെങ്കിൽ പോലും നിശ്ചയം കഴിഞ്ഞ് വെച്ച മറ്റേ കാലത്തൊക്കെ കഴിച്ച് വെച്ച ആളുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ പോലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച്, അപ്പോൾ ഒരു ഗ്യാപ്പ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഗ്യാപ്പ് കിട്ടും. ഒന്നിച്ചൊരു യാത്ര ചെയ്താൽ പല കാര്യങ്ങൾ, അവൾക്ക് എന്താണ് ഇഷ്ടം, എന്താണ് പേടി, എന്താണ് അവൾ ഭയപ്പെടുന്നത്, എന്തിനാണ് അവൾ പേടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഇതാക്കാനൊക്കെ സാധിക്കും. ആ യാത്രയിൽ ഒരുപാട് നേരം ചാറ്റ് ചെയ്യും, ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാറുണ്ടല്ലോ. മനസ്സിലാക്കിയ ഇൻഫർമേഷനുകൾ കൃത്യമായി എഴുതി വെക്കുകയും മനഃപ്പാടമാക്കണം. കൃത്യമായി നമുക്കറിയണം എന്താണ് ചെയ്ത്, ഏത് സമയത്താണ് അവൾക്ക് ഇഷ്ടം, ഇന്ന സമയത്താണ് ഉറങ്ങാൻ ഇഷ്ടം, ഇന്ന സമയത്താണ് എണീക്കാൻ ഇഷ്ടം. കൃത്യമായി ഓരോ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അധികം ആളുകൾ വയറലായിട്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാകാറുണ്ട്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? വേറെ പെണ്ണില്ല ദുനിയാവിൽ നമ്മൾ ചിന്തിക്കും, വേറൊരു പുരുഷനില്ല ദുനിയാവിൽ. എത്ര നല്ല സൗന്ദര്യമുള്ള സമ്പത്തുള്ള പുരുഷന്മാരുണ്ട്, എന്തിനാണ് ഇത്ര നല്ല പെൺകുട്ടി, അതിസുന്ദരിയായ പെൺകുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്തെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നമുക്ക് അവരുടെ മനസ്സിൻ്റെ വേദന, ഹൃദയത്തിൻ്റെ വേദന, അകത്തേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരുടെ ഹൃദയം തുറന്നു നോക്കി നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല. പക്ഷെ അത്ര കണ്ട് അടുത്തുപോയി വേറൊരാളെ അവർക്ക് സങ്കല്പിക്കാൻ പോലും, ഒരു പെണ്ണിനോ ഒരാണിനോ മറിച്ചൊരാളെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ എന്തിനാ, വേറെ ആളില്ല ദുനിയാവിലുണ്ട്, വിശാലമല്ല ദുനിയാവ്. എത്ര രാജ്യങ്ങളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട്. ഓരോ രാജ്യത്തും ഇങ്ങനെ പെൺകുട്ടികളെ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞാൽ പോലും സ്വീകരിക്കാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മളൊരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ വേറെ വിവാഹം ചെയ്യില്ല. എന്താ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലായിട്ടല്ല, പ്രയാസമില്ലായിട്ടല്ല, മറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ അദ്ദേഹത്തിന്. അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ വിട്ടുപോകാം, ചിലപ്പോൾ ഭരിക്കാം. അന്ന് നമ്മൾ മുന്നേ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം ഹൃദയത്തിൽ. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പല മരണങ്ങളുണ്ട്, വിവാഹത്തിന് തലേന്ന് മരിച്ച ആളുകളുണ്ട്.
അങ്ങനെയുള്ള ന്യൂസുകൾ കാണുമ്പോൾ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം മനസ്സിൽ. എന്നാൽ നമുക്ക് എന്തിനും അറിയോ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നിസ്സാരമായി തോന്നും. ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് ജനങ്ങൾക്ക്, ആളുകൾക്ക്, എനിക്ക് മാത്രം എന്നാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ്. അങ്ങനെയല്ല, ഈ ഈ യൂണിവേഴ്സ് അങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതേപോലെ വാക്ക് പാലിക്കുക. പല ആളുകളും വാക്ക് പാലിക്കുന്നതിന് വളരെ പിറകോട്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും വാക്ക് പരസ്പരം പാലിക്കാതിരിക്കുമ്പോൾ എനിക്കത് വാങ്ങിത്തരാറിഞ്ഞ് അതിൻ്റെ ചെറുതെങ്ങൊന്ന് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാണ്. വാക്ക് പാലിക്കാതിരിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കാണുന്ന മക്കളും കുട്ടികളൊക്കെ എന്താണെന്നറിയോ, വാക്ക് പാലിക്കാത്തവരാകും. അതിൽ യാതൊരു സംശയമില്ല. കഴിയുന്ന രീതിയിൽ ആന മേടിച്ചൊരാറിഞ്ഞ മുയലങ്ങ് മേടിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതായത് ചെറുതെന്നങ്ങ് വാങ്ങിക്കൊടുക്കാതെ തീരെ വാക്ക് പാലിക്കാത്ത അവസ്ഥ ഉണ്ടാക്കരുത്. അതുപോലെ ചില കൃത്യസമയം, ചില ആളുകൾക്ക് സമയം കൃത്യമായിരിക്കും, ചില ചില ആൺകുട്ടികൾ സമയത്തിന് ഒരു വാല്യൂ നൽകില്ല, അതിനൊരു പ്രത്യേകതയില്ല. ടാക്കീസിലും സിനിമക്കൊക്കെ പോകുമ്പോൾ കൃത്യമായി പാലിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് കൃത്യമായി അവിടെ 10 മണിക്ക് ഷോ തുടങ്ങുന്നത് കൊണ്ടാണ്, 2:30 രണ്ടാമത്തെ ഷോ തുടങ്ങുന്നത് കൊണ്ടാണ് അടുത്തുന്നത്. അല്ലെങ്കിൽ അവിടെയും നമ്മൾ എത്തിയ പിന്നെ തുടങ്ങുമ്പോൾ 3 മണിക്ക് എത്തും ചില ആൾ 3:15 എത്തും, അങ്ങനെ ഉണ്ടാകും. പക്ഷെ അവിടെ ഒരു ടൈം അവരാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്, നമ്മളല്ല. മറിച്ച് നമ്മൾ എല്ലാത്തിനും ഒരു ടൈം ടേബിൾ റെഡിയാക്കണം, സമയം കൃത്യമാക്കണം. ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം, ഇന്ന സമയത്ത് ഇന്ന ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ടൈമിൻ്റെ വില നമുക്ക് മനസ്സിലാകും, ഒരു മിനിറ്റ് തെറ്റിയാലുള്ള വില നമുക്ക് മനസ്സിലാകും. അതേപോലെ വാക്ക് പാലിക്കുക. അവരൊരു കൃത്യമായി എന്തെങ്കിലും സമയം 5 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 5 മണിക്ക് നമ്മൾ തയ്യാറാകണം കാണാൻ. അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം, 5 മണിക്ക് ഞാൻ ബിസി ആയിപ്പോയി, പറയാതിരിക്കരുത്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ ചിലപ്പോൾ ആളുകളായിട്ട് ഒരു ആഴ്ചകളോളം ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും അങ്ങനെ സംഭവിക്കാറുണ്ട്, വാക്ക് പാലിക്കാത്തതിൻ്റെ വലിയ പ്രയാസം. അപ്പോൾ പരമാവധി നമ്മൾ വലിയ പ്രോമിസ് നൽകാതിരിക്കുക, നൽകുന്ന ചെറിയ പ്രോമിസുകൾ നമ്മൾ തെറ്റിക്കാതിരിക്കുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. വലിയ പ്രോമിസ് നൽകാതിരിക്കുക. ജീവിതകാലം ഞാൻ നിന്നെ നോക്കാം, എല്ലാ ദിവസവും നിന്നെ ഹോട്ടലിൽ കൊണ്ടുപോകാം, എല്ലാ ആഴ്ചയും പാർക്കിൽ കൊണ്ടുപോകാം, അങ്ങനെ പറയരുത്. നമുക്ക് സാധിക്കില്ല. നമുക്ക് ഈ മൊമെൻറ്റിൽ തോന്നും നമുക്ക് സാധിക്കുന്നു, പക്ഷേ പിന്നീട് നമുക്ക് വരാനുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, പറ്റുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഈ ബീച്ചിലൊക്കെ ഒന്ന് വരാം, പറ്റുകയാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റൊക്കെ നമുക്ക് പോകാം. അപ്പോൾ അവിടെ ഒരു സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ജീവിതം കാലം ഞാൻ നിന്നെ അങ്ങനെ ഇവിടെ കൊണ്ട് അങ്ങനെ പറയരുത്. കുറച്ച് കാലം, അടുത്ത ഒരാഴ്ച നമുക്ക് അങ്ങനെ പോകാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഒരുമിച്ച് സമയം ചിലവഴിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നല്ല ഭാഗം സമയം ചിലവഴിക്കുമ്പോൾ പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനൊക്കെ സാധിക്കും. അതേപോലെ ഞാൻ പറഞ്ഞു, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലീസുകാർ ചോദിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കരുത്. മറിച്ച് അവൾക്ക് ആഗ്രഹമുള്ളത്, പറയാൻ താല്പര്യമുള്ളത് എന്താണോ അതിനനുസരിച്ച് വേണം ചോദിക്കാൻ, അവളുടെ ആഗ്രഹങ്ങൾ, കൂട്ടുകാർ. അതേപോലെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യമാണ്, അവൾക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കുടുംബത്തെ, അവളുടെ കുടുംബക്കാരെയൊക്കെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. നല്ല ഒരു റെസ്പെക്റ്റ് കൊടുക്കണം അവർക്കൊക്കെ. അവരൊക്കെ സംസാരിക്കുമ്പോൾ എടാ പോടാ അല്ലെങ്കിൽ ബ്രോ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ നിസ്സാരമാക്കിയിട്ട് മൂത്തമ്മ, അങ്ങനെയല്ല, മൂത്തപ്പാലെ അങ്ങനെ അടുത്ത ബന്ധുക്കൾക്ക് വലിയ സ്ഥാനം നമ്മൾ കൊടുക്കണം. ചില ആളുകൾ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ പറയാറുണ്ട്, എൻ്റെ കുടുംബക്കാർക്ക്, എൻ്റെ ഉമ്മാക്ക് അവളൊരു വിലയും കൽപ്പിക്കുന്നില്ല, ഒരിതും കൽപ്പിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. മറിച്ച് നമ്മളെന്ത് വില കൽപ്പിക്കുന്നു വേണം ചോദിക്കാൻ, നോക്കാൻ. ആദ്യം നമ്മൾ അവരുടെ മാതാവിനും പിതാവിനും നല്ല സ്ഥാനം നൽകുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ നല്ല പാങ്ങിൽ പെരുമാറുകയും അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും നല്ല പാങ്ങിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പരസ്പരം നല്ലൊരു അടുപ്പം, നല്ലൊരു ബൗണ്ട് അവിടെ സൃഷ്ടിക്കുകയാണെങ്കിൽ അവൾക്ക് തോന്നും, എൻ്റെ ഉപ്പാടൊക്കെ എത്ര നാളാണെങ്കിൽ പെരുമാറണം, എൻ്റെ ഉമ്മാടൊക്കെ നോക്കിയാൽ എൻ്റെ മാപ്പിള, അപ്പോൾ എനിക്കും നല്ല പാങ്ങിൽ പെരുമാറണം എന്നൊരു തോന്നൽ തന്നെ അവർക്ക് ഉണ്ടാകും. അപ്പോൾ അത് ആ ഒരു റെസ്പെക്റ്റ് ഇവിടെയും കിട്ടും, കൊടുത്താലേ കിട്ടും. ചില ആൾ പറയണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും, അത് അടിയായാലും ശരി കുത്തുവാക്കായാലും ശരി ചിലപ്പോൾ കിട്ടും, ഒരു സംശയമില്ല. യൂണിവേഴ്സ് നമ്മൾ കൊടുക്കുന്നതാണ് തിരിച്ച് നമുക്ക് കിട്ടുന്ന, ഒരു സംശയമില്ല. അതേപോലെ കുടുംബക്കാരുടെ അവൻ്റെ സുഹൃത്തുക്കൾക്ക് ചില ആളുകൾ പറയും ഓനെ കൂട്ടുകൂടണ്ട, കണ്ട് പരിചയപ്പെട്ട ഒരാഴ്ച എത്രയോ, അപ്പോൾ ഓളെ കൂട്ടുകൂടണ്ട, മറ്റോനെ നീ കൂട്ടുപിടിക്കണ്ട, അങ്ങനെ പറയരുത്. അവൾക്ക് അവരുടെ കൂട്ടുകാരായിരിക്കും, നല്ല ബന്ധങ്ങളുണ്ടാകും, ഒരുപാട് വർഷത്തെ അടുപ്പമുണ്ടാകും, നമ്മൾ പെട്ടെന്ന് പോയിട്ട് അങ്ങനെയല്ല. മറിച്ച് അവളുടെ കൂട്ടുകാരികൾക്കും അവളുടെ ഫ്രണ്ട്സിനും, ഇന്ന് നമുക്കറിയാം ഭയങ്കര ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിപ്പോൾ ഞാൻ പല ഉമ്മാനങ്ങാട്ടി സ്ഥാനം ഫ്രണ്ട്സിനാണ്. അപ്പോൾ നമ്മൾ അതൊന്നും അവോയ്ഡ് ചെയ്തിട്ട് അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ എന്തിയ പോലെ അങ്ങനെയല്ല, മറിച്ച് ഒരു വില നമ്മൾ നൽകണം. നമ്മളെ ഫ്രണ്ട്സിന് നമുക്കൊരു വിലയില്ലേ, നമ്മളെ അടുത്ത കൂട്ടുകാരന്, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിന്, നമ്മളെ ദോസ്തിനൊക്കെ നമ്മളൊരു വില, അതുപോലെ അവരുടെ ഇനും വിലയും നമ്മൾ ഒരു വിലയും നിലയും കൽപ്പിക്കുകയും നല്ല പാങ്ങിൽ ഇടപെടുകയും പെരുമാറുകയൊക്കെ ചെയ്യണം. അതേപോലെ പിന്നെ ലാസ്റ്റ് വരുന്നൊരു പ്രശ്നം, ചില ആളുകൾ പറയും പുരുഷന്മാരായാണ് കൂടുതലും. സ്ത്രീകൾക്കുണ്ട് സൗന്ദര്യം, എത്ര സൗന്ദര്യവതിയാണെങ്കിൽ അവർ കണ്ണാടി നോക്കിയിട്ട് വീണ്ടും മേക്കപ്പൊക്കെ ആക്കിയിട്ട് കറുത്തുപോയി ഒരു പുള്ളിയുണ്ടോ ഒരു പ്രശ്നമുണ്ടോ എന്ന് സ്ത്രീകൾ നോക്കാറുണ്ട്. അതേപോലെ പുരുഷന്മാരാണ് കൂടുതൽ കാണുന്നതുകൊണ്ട് പുരുഷന്മാരെ ഞാൻ പറയുന്നത്. ചിലപ്പോൾ 10 പേര് കണ്ടാലും ശരി, അവരോടാണ് എൻ്റെ സംസാരം. എൻ്റെ സംസാരം കൊണ്ട് ഞാൻ പൂർണ്ണമായി ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിൽ അറിവ് ഉറച്ചു നിൽക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. എൻ്റെ മനസ്സിൽ പറയുമ്പോൾ നമുക്കറിയാം ഉറച്ചു നിൽക്കും, എഴുതുമ്പോൾ ഉറച്ചു നിൽക്കും. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് പറയുന്നത്. അതേപോലെ ചിലർക്കൊരു അപഹർഷതാ ബോധമുണ്ട് മനസ്സിൽ, സൗന്ദര്യം കുറഞ്ഞു പോയി. അപ്പോൾ എനിക്കും വേണമെങ്കിൽ ഉണ്ടാകാം, സൗന്ദര്യം കുറഞ്ഞു പോയി, പല്ല് ചെറിയ പ്രശ്നമുണ്ട്, പല്ലൊന്ന് കളഞ്ഞു വേണം പല്ല് വെക്കാം നമുക്ക്,
പക്ഷേ ഇപ്പോൾ നമ്മളെ പല്ലിലോ നമ്മളെ മൂക്കിങ്ങനെ ആയതോ അല്ലെങ്കിൽ കണ്ണിങ്ങനെ അതല്ല സൗന്ദര്യം, മറിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെതാണ് യഥാർത്ഥ സൗന്ദര്യം. നമ്മൾ പെരുമാറുന്ന രീതിയാണ് സൗന്ദര്യം. നമ്മൾ ധരിക്കുന്ന വസ്ത്രമാണ് സൗന്ദര്യം. ചിലപ്പോൾ നമ്മുടെ ഭാര്യയൊക്കെ പുറത്ത് പോകുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വെള്ള വസ്ത്രമാണ് നല്ല പോയിൻ്റ് നല്ല ചേരുന്നത്, എനിക്ക് വെള്ളയാണ് ചേരുന്നത്, എനിക്ക് വെള്ളയാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് വേറൊരു കളറാണ് ഇഷ്ടമെങ്കിൽ അവളുടെ കുടുംബത്തിലെ ഫംഗ്ഷന് പോകുമ്പോഴെങ്കിൽ പോലും നമ്മൾ അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നമ്മൾ മനസ്സ് വെക്കണം. അതായത് നമുക്ക് മുഖ സൗന്ദര്യം കുറവാണെങ്കിലും ആന്തരിക സൗന്ദര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവർ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഒരു കാണാൻ ലുക്കില്ല അല്ലെങ്കിൽ ഒരു സ്വഭാവമില്ലാത്ത ഒരാളെ ഒരു പെൺകുട്ടി തിരഞ്ഞെടുക്കില്ല, ഒരു ആൺകുട്ടി തിരഞ്ഞെടുക്കില്ല. മറിച്ച് അവൾക്ക് കാണുമ്പോൾ ഒരു സൗന്ദര്യം ഉണ്ടാകും. അപ്പോൾ അതേപോലെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് നല്ല പെർഫ്യൂമുകൾ വാങ്ങി ഉപയോഗിക്കുക. അത് വലിയൊരു നല്ലൊരു ബൗണ്ട് സൃഷ്ടിക്കും. എന്നെ ചില ആളുകൾ പറയാറുണ്ട് ഇപ്പോൾ ഗ്രൗണ്ടിൽ പോയാൽ മതി, ചില ആളുകൾ പറയാറുണ്ട് എന്നോട്. ഞാൻ പറയുന്നത് എൻ്റെ ഉദാഹരണം എനിക്ക് കൂടുതൽ, കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ കുവൈത്തിൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ അതിൽ വന്ന് വളരെ കുറവ്.